ഹലോ ഫ്രണ്ട്സ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഒന്ന് അപരിചി നമുക്ക് ഒത്തിരി വർത്താനൊന്നും പറഞ്ഞ് സമയം കളയണ്ട. ലണ്ടനിലേക്ക് പോയേക്കാം, എല്ലാവരും പോരെ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടെ വെച്ച് കാണാം. നമുക്ക് നോക്കിക്കേ, ലണ്ടനിലുള്ള ഡ്രൈവിങ്, എൻ്റെ അമ്മോ എടുത്ത ട്രാഫിക്കും, പിന്നെ പോരാത്തതിന് മഴയും കൂടെ ആണെങ്കിൽ ഇച്ഛ ഇണ്ണറ എഴുതുന്നത് മൂക്കുകൊണ്ട് എഴുതുമെന്ന് കേട്ടിട്ടുള്ളൂ. ഇത് ശരിക്കും എഴുതും, അത്ര പാടാണ്. നോക്കിക്കേ, ആരോ റോഡാണ്, പക്ഷേ ഇതൊന്നും നമ്മുടെ ഡ്രൈവർക്കൊരു പ്രശ്നമേ ഇല്ല. ഇതൊക്കെ ഇതിലും വലുത് ചാടി കടന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നിരിക്കുന്നത് എന്നുള്ള കേരളത്തിൽ നിന്ന് വന്ന ഡ്രൈവറല്ലേ, മോശം വരികയില്ല. ഗാലറിയിലിരുന്ന് ഞങ്ങൾ കളി കാണുവാണേ. വീടൊക്കെ കണ്ട് ഇട്ടിങ്ങി ഇന്ത്യൻ സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇഞ്ചോടിഞ്ച് വണ്ടി ചവിട്ടി പോയില്ലെങ്കിൽ ആട്ടപടയെന്ന് തീരും. അതുപോലത്തെ റോഡിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതിസാഹസികമായിട്ട് മുന്നേ കൊണ്ടുപോയി ഒരിടത്ത് പാർക്ക് ചെയ്തു ഡ്രൈവർ. ഇനിയിപ്പോൾ കോളർ വലിച്ചിടും. എന്താണെന്ന് വെച്ചാൽ ഇതിലും വലുത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ കടയിലോട്ട് ചെന്ന് കയറി. ഒട്ടും താമസിക്കാൻ ഇനി സമയമില്ല. വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ കടലെരുമ്പെന്ന പോലത്തെ വയറ്റി കിടന്ന് എരുമ്പാൻ തുടങ്ങിയിട്ടിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴേ വോളയിലൊക്കെ നല്ല രസകരമായ കാര്യങ്ങളൊക്കെ ചുമ്മാ ചിരിക്കാനൊക്കെ ചിന്തിക്കാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്യാച്ചപ്പ് ചെയ്ത് നിങ്ങൾ വായിക്കുക, രസിക്കുക. നമുക്ക് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഒഴിഞ്ഞ കാലി പ്ലേറ്റുമായിട്ട് ക്ലാസ്സെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി സമയം എടുക്കും. അതുപോലെ ആളാണ്. വെല്ലുവിളി പെരുന്നാളിന് ആളാണ് അവിടെ. എൻ്റെ കർത്താവേ, ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ചെന്ന് പെട്ടുപോയല്ലോ എന്നായി പോകും നമ്മൾ. പക്ഷെ അവിടുത്തെ ഫുഡിൻ്റെ രുചി ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ എന്ത് സഹിക്കുമല്ലോ. വിശപ്പാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന മടുക്കുക അല്ലാതെ ഒന്നും അങ്ങ് നീങ്ങുന്നില്ല. അതുപോലെ ആളല്ലേ. അപ്പോൾ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഫോണിൽ കളിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ കളിക്കുകയാണ്. അപ്പം കൊച്ചിനെ കാര്യമായിട്ട് നോക്കുകയാണ്. ഫോട്ടോ പോസ് നടക്കുന്നു. ആ സമയം എങ്ങനെയെങ്കിലും തള്ളണമല്ലോ. വർത്താനം പറയുന്നു, ഫോട്ടോ പോസ് നടക്കുന്നു. പെട്ടെന്ന് ഇതാണ്ട് ഏത്തക്കാപ്പോളിയും ബീഫ് കറിയും എത്തി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്. അയ്യോ, അത് ഒരു രക്ഷയില്ല കേട്ടോ. ഈ മുളകൊക്കെ ഇടിച്ചിട്ട് ഒന്ന് ചടപടാതെ തീറ്റ തുടങ്ങി. ഉണ്ടോ, വീട്ടിലൊന്നും വെച്ച് തന്നില്ലല്ലോ. എന്നാ കടയിൽ ചെന്ന് വിളമ്പാൻ എന്താ മിടുക്കുന്നു നോക്കി. ആരാൻ്റെ പന്തലിൽ വാ, എൻ്റെ വിളമ്പ് കാണാൻ എന്നുള്ള മട്ടിലാണ്. നടക്കട്ടെ, നമുക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. നോക്കിയേ, ക്ലാസ്സിലിരിക്കുന്ന ചായ, അടിച്ച് പതച്ച ചായ, അതൊക്കെ അവരൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് ചായയോടും കാപ്പിയോടും ഒന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഓർഡർ ചെയ്തില്ല. ഞാൻ ഫ്രഷ് സോഡ ലൈമാണ് ഓർഡർ ചെയ്തു. രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും ടേസ്റ്റാണ്. പൊറോട്ട ഉണ്ടോ, ബീഫ് റോസ്റ്റ്, ഫിഷ് മോളി, എല്ലാത്തിനും എൻ്റെ ഭർത്താവ് എന്തൊരു രുചി. ലണ്ടനിലാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങോട്ടൊന്ന് ഇടയ്ക്കൊന്ന് കയറണം. നമുക്ക് റീസണബിൾ പ്രൈസേ ഉള്ളൂ. വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പം നമ്മളുടെ പോക്കറ്റ് കാലി ആവത്തുമില്ല, വയറ് നല്ല ഗുമ്മെന്നാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് പോകാം. പക്ഷേ ഇതാണൊരു കുഴപ്പം, തിരക്കാണ്. ഗുണമേന്മയുള്ളിടത്താണല്ലോ ഇടിയും തിരക്കും വരുന്നത്. പകുതി മുക്കാലും തിന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിൻ്റെ രുചിയൊന്നും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന്. എന്ത് ചെയ്യാനാ, പ്ലേറ്റ് കാലിയാകാറായപ്പോഴാണ് ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നു. അതൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും കുനിഞ്ഞിരുന്ന് എല്ലാവരും കഴിക്കണം. നോക്കിയാൽ പ്ലേറ്റുകളൊക്കെ കാലിയായിട്ട് തുടങ്ങി. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം വേണമല്ലോ അല്ലേ. എൻ്റെ അമ്മയെ മേടിച്ചതൊന്നും വേസ്റ്റായി ഒന്നും ഓർക്കണ്ട. ഫോണൊക്കെ എന്തിലേ പറന്നു പോയെന്നറിയത്തില്ല. ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. എൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടോ കാലിയായിട്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടു കഴിയുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനിയും നമുക്ക് കാണാം.